നമുക്ക് ഡെയിലി ഒരുപാട് മെസ്സേജും കോൾസും വരുന്നത് വീട് വാങ്ങുമ്പോൾ ലോൺ എങ്ങനെയാണ് കിട്ടാന്ന് ചോദിച്ചിട്ടാണ്. ഒരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്ത സമയത്ത് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഇത്. ലോണ് പോണ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം, ഏത് ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുള്ളത് എന്നൊക്കെയുള്ളത്. നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണോ അതിന്റെ ബേസിസിലാണ് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് ബാങ്ക് നോക്കും, ഏജ് നോക്കും, സിബിൽ സ്കോർ നോക്കും. മിനിമം 7+ എങ്കിലും സിബിൽ സ്കോർ വേണം. നമുക്കിതിൽ ഒരു 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, സാലറിഡ്. ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ. അവർക്ക് അവരുടെ 6 മാസത്തെ പേ സ്ലിപ്പ് വേണം, 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് സാലറി ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ആധാറും പാനും. ഇതൊക്കെ വെച്ചാണ് ലോൺ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. അത് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരെ ലോൺ എമൗണ്ട് കിട്ടുന്നുള്ളത് ബാങ്കിന് പറയാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, സെൽഫ് എംപ്ലോയ്ഡ്, ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അവിടെ 3 കൊല്ലത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത എന്റെ കോപ്പി വേണം. ദെൻ അവിടെ ബിസിനസ് ലൈസൻസ്, ദെൻ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ്, ആധാറും പാനും. ഇതെല്ലാമാണ് ഇതിലും ലോൺ ചെക്കിനായിട്ട് വേണ്ടത്. തേർഡ് വൺ, NRI, എംപ്ലോയ്ഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരുടെ വേണ്ടത് സാലറി സർട്ടിഫിക്കറ്റ്, അത് MSc അറ്റസ്റ്റ് ചെയ്യണം. ദെൻ NRI സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ, ദെൻ ആധാർ പാൻ. പിന്നെ ഇവരില്ലാത്ത ആളെന്നുണ്ടെങ്കിൽ നാട്ടിലെ ആൾക്കൊരു പാവപ്പെട്ടവർ കൊടുക്കണം ലോണിന് വേണ്ടി. ഇതെല്ലാം വെച്ചാണ് ബാങ്ക് നിങ്ങളുടെ മന്ത്ലി ഇൻകം സ്റ്റെബിലിറ്റിയും EMI റീപേയ്മെന്റും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ഉറപ്പിക്കുന്നത്. ശരിയായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ പ്രോസസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിനെ സ്കൂളിൽ അറിയാൻ എത്രയും പെട്ടെന്ന് ടെക്നിക്കൽ ടീമുമായിട്ട് കണക്ട് ചെയ്യും.